ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സ്റ്റോപ്പ് ലോസിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. എന്താണ് സ്റ്റോപ്പ് ലോസ്, എന്തുകൊണ്ട് നമ്മളിത് യൂസ് ചെയ്യരുത്, പകരം എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ലോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രീസെറ്റ് ഓർഡർ ആണ്. നമ്മൾക്ക് നിലവിലുള്ള പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്ത് മാറുക. നമ്മൾ ബൈ ആണ് ചെയ്തെങ്കിൽ സെൽ ചെയ്യുക, സെല്ലാണ് ചെയ്തെങ്കിൽ ബൈ ചെയ്ത പൊസിഷൻ ക്ലിയർ ചെയ്യുക. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല, മറിച്ച് ഓപ്പോസിറ്റ് രീതിയിൽ നമുക്ക് നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു നഷ്ടം സ്റ്റോപ്പ് ചെയ്യുക, ഫർദർ നഷ്ടം വരാതിരിക്കുക. അതായത് കുറച്ച് നഷ്ടം എന്തായാലും വരും, ഇനി കൂടുതൽ നഷ്ടം വരാതെ നമ്മൾ ഒഴിവാക്കാനായിട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ഇതൊരു നല്ല ടൂളാണോ എന്നുള്ള ഒരു അന്വേഷണമാണ് ഈ വീഡിയോയിൽ. ഇത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന സ്റ്റോക്കിന്റെ ചാർട്ടാണ്. 5 മിനിറ്റ് ഒരു ക്യാൻഡിൽ എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ കാണുന്നത്. ഇവിടെ സൂപ്പർ ട്രെൻഡ് എന്നുള്ള ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. സൂപ്പർ ട്രെൻഡ് അനുസരിച്ച് ട്രെൻഡ് നമ്മളോട് പറയുകയാണ്, ഈ ഒരു ക്യാൻഡിൽ, അതായത് 24 ഡിസംബർ 2 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയപ്പോൾ ഫോം ചെയ്ത ഈ ക്യാൻഡിൽ അനുസരിച്ച് സെൽ സിഗ്നൽ കിട്ടി. ഇവിടെ സെൽ ചെയ്താൽ അതിനേക്കാൾ താഴ്ന്ന വിലയ്ക്ക് നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇവിടെ ഉള്ളത്. ഇത് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ നമ്മൾ ചെയ്തിരുന്നാൽ ഇത് ലാഭമായിരുന്നു. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ചെയ്താൽ 2339 അവിടെ നിന്ന് സ്റ്റോക്ക് താഴെ വരെ പോയി 2326 വരെ വന്നു. 300 ലോട്ട് സൈസ്. 300 ലോട്ട് സൈസ് വെച്ചിട്ട് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ നമുക്ക് ലാഭം വന്നത് 33.26 വരെ 13 രൂപ വെച്ച് ഒരെണ്ണത്തിന് കിട്ടിയപ്പോൾ നമ്മുടെ ലാഭം 3900 രൂപ നമുക്ക് ലാഭം കിട്ടുന്ന ഒരു കച്ചവടമാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടത്, ഈ സൂപ്പർ ട്രെൻഡ് വെച്ച് കണ്ടത്. പക്ഷേ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത് മുകളിലേക്ക് പോയിട്ടുണ്ട്. എവിടെ വരെ പോയി? 2340 വരെ പോയി. 2340 വരെ പോകുമ്പോൾ അതുപോലെ നഷ്ടമൊന്നുമില്ല. 2339 അപ്പൊ അത് സ്റ്റോപ്പ് ലോസ് ഇവിടെ അടിച്ചിട്ടില്ല. പക്ഷെ ചില സിറ്റുവേഷൻസിൽ 1 രൂപയുടെ വ്യത്യാസത്തിലൊക്കെ വെച്ചാൽ അത് അടിച്ചിട്ടുണ്ടാവും. പക്ഷെ 5 രൂപയ്ക്ക് ആയിരിക്കും സാറിന് വെക്കുന്നത്. അങ്ങനെ വെക്കുമ്പോൾ ശരിക്കും ഈ സൂപ്പർ ട്രെൻഡിന്റെ അവിടുത്തെ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് സ്റ്റോപ്പ് ലോസ്. ഈ കാണുന്നതാണ് സ്റ്റോപ്പ് ലോസ്. അത് അവിടെ വരെ ചെന്ന് അത് ക്രോസ് ചെയ്യുമ്പോഴാണ് നമ്മൾ നഷ്ടം ബുക്ക് ചെയ്യേണ്ടത് സിസ്റ്റം അനുസരിച്ച്. പക്ഷെ അവിടെ വരെ പോകുമ്പോഴത്തേക്കും അത് വളരെ വലിയ നഷ്ടമാണ്. ഉദാഹരണത്തിന് 2339 ആണ് നമ്മൾ എൻ്റർ ചെയ്തത്. 39 എൻ്റർ ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസ് അവർ പറഞ്ഞിരിക്കുന്ന സൂപ്പർ ട്രെൻഡ് പറയുന്നത് 49 ആണ്. 49 വരെയുള്ള വ്യത്യാസം 10 രൂപയാണ്. 10 ഗുണം 300 3000 രൂപ ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. 3000 രൂപ സ്റ്റോപ്പ് ലോസ് പലപ്പോഴും അടിക്കാറുണ്ട്, പല സിറ്റുവേഷൻസിനും അടിക്കാറുണ്ട്. തന്നെ ഇവിടെ അടിച്ചിട്ടുണ്ട്. സെല്ല് വന്നു, പക്ഷെ തിരിച്ചിവിടെ അടിച്ച് 3000 രൂപ പോയി. അങ്ങനെ പല പ്രാവശ്യം പോകുമ്പോൾ ഇവിടെയും പോയതായിട്ട് കണക്കാക്കാൻ കാരണം നമ്മളുടെ ടാർഗറ്റ് എത്തിയിട്ടില്ല എങ്കിൽ ഇവിടെ പോയിട്ടുണ്ട്. അങ്ങനെ പല കേസിൽ ഇങ്ങനെ പോകുമ്പോൾ 5-6 പ്രാവശ്യം പോകുമ്പോൾ തന്നെ 10 പ്രാവശ്യം പോയി കഴിഞ്ഞാൽ 30,000 രൂപ പോയി. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ പ്രാവശ്യം സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോഴും നമ്മളുടെ പണം നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ഇത് ചെയ്യരുത് എന്ന് പറയുക. എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞ് നമ്മൾ എന്തുകൊണ്ട് യൂസ് ചെയ്യരുത്? മാർക്കറ്റിലെ പ്രൈസിന്റെ വ്യതിയാനം, അത് കാരണം സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകുന്നു, നമുക്ക് നഷ്ടം വരുന്നു. പലപ്പോഴും നഷ്ടം വരുന്നു. മറ്റൊന്ന് ഫാൾസ് ബ്രേക്ക്ഔട്ട് ആണ്. ഫാൾസ് ബ്രേക്ക്ഔട്ടിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ കാണുന്നത്. ഇത് ഇവിടെ നമുക്കൊരു ബൈ സിഗ്നൽ കിട്ടി. നമ്മൾ ബൈ ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് ലാഭം തരുന്നതിന് മുമ്പ് തന്നെ വീണ്ടും സെല്ലായിട്ട് മാറി. 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും സെല്ലിലേക്ക് വന്നു. അതായത് ഈ ബൈ ഒരു ഫാൾസ് സിഗ്നൽ. ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. അങ്ങനെ അടിക്കുകയാണ് ഫാൾസ് ബ്രേക്ക്ഔട്ടിന്റെ ഭാഗമായിട്ട്. ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ നമുക്കൊരു കൺട്രോൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു അവസരം പോലും കിട്ടാതെ നമ്മുടെ പൈസ വെക്കൊണ്ടിരിക്കുന്ന സാഹചര്യം സ്റ്റോപ്പ് ലോസ് അടിച്ച് നടക്കുന്നുണ്ട്. ഇത് നമ്മുടെ ലോങ് ടൈം വ്യൂ വെച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിന് ഒരു തടസ്സമായിട്ടാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല, ഇങ്ങനെ പല പ്രാവശ്യം നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും പണം പുറത്തേക്ക് പോകുന്നുണ്ട്. ബ്രോക്കർക്കുള്ള ഫീസ്, പിന്നെയുള്ളത് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ കോസ്റ്റ്,
GST, ഇങ്ങനെ കുറെ എമൗണ്ടുകൾ ഓരോ പ്രാവശ്യം ട്രേഡ് ചെയ്യുമ്പോഴും പോകുന്നുണ്ട്. അതിനെ നമ്മൾ പൊതുവെ പറയുന്നത് ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്നാണ്. കാരണം അത് ട്രാൻസാക്ഷൻ അങ്ങനെ ചെയ്യാതിരുന്നാൽ അത്രയും കോസ്റ്റ് വരില്ല. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന നഷ്ടം മാത്രമല്ല, ട്രാൻസാക്ഷൻ കോസ്റ്റ് വേറെ നഷ്ടം വരുന്നുണ്ട്, ഒരുപാട് ട്രേഡുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊരു പരിഹാരം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒന്ന് പൊസിഷൻ സൈസിങ് ആണ്. പൊസിഷൻ സൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പൊസിഷൻ 0 പോയാൽ പോലും അത് ആ പൊസിഷൻ അങ്ങ് മൊത്തത്തിൽ അങ്ങ് 0 ആവുന്നുള്ളൂ. അതായത് പൊസിഷൻ സൈസ് മൾട്ടിപ്പിൾ ആയിട്ട് ചെറിയ ചെറിയ പൊസിഷൻ സൈസ് ഇതുകൊണ്ട് ക്യാഷ് മാർക്കറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു സൊല്യൂഷൻ. മറ്റൊന്ന് ഓപ്ഷൻസ് ഉപയോഗിച്ച് ഹെഡ് ചെയ്യുക. നമ്മൾ ഓപ്ഷൻ F&O മാർക്കറ്റിലാണ് ഈ കളി കളിക്കുന്നതെങ്കിൽ ഓപ്ഷൻസ് ഉപയോഗിച്ച്, ഉദാഹരണത്തിന് പ്രൊട്ടക്റ്റീവ് പുട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ പുട്ടിന് താഴെ സ്റ്റോക്ക് പോയാൽ ഫർദർ ഉള്ള നഷ്ടമെല്ലാം നമുക്ക് പുട്ട് ഓപ്ഷൻ നമുക്ക് തരും. അതായത് പുട്ട് വാങ്ങിയാൽ സ്റ്റോക്ക് താഴേക്ക് പോകുമ്പോൾ ലാഭമുണ്ടാവും നമ്മൾ പഠിച്ചിരിക്കണം. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. കവേർഡ് കോളിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. കോൾ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഡൗൺ സൈഡ് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യുന്ന സ്കീമാണ്. പിന്നെയുള്ളത് ഫണ്ടമെന്റൽ കാഴ്ചപ്പാടിൽ സ്റ്റോക്കുകൾ അനലൈസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോഴും സ്റ്റോക്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരില്ല, കാരണം നമുക്കറിയാം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന്. നമ്മുടെ ഫണ്ടമെന്റൽ വ്യൂ തെറ്റിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും അവിടെ ചെയ്യേണ്ടി വരുന്നുള്ളൂ. അതുവരെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കണ്ട. പിന്നെയുള്ള ഏറ്റവും ഫലവത്തായിട്ടുള്ള സ്ട്രാറ്റജിയാണ് ആവറേജിങ് ഡൗൺ. അവിടെ നമ്മൾ ഫണ്ടമെന്റൽ ആണ് നോക്കുന്നത്. സ്റ്റോക്കിൽ നമുക്ക് വിശ്വാസമുണ്ട്, സ്റ്റോക്കിന്റെ വില താഴേക്കാണ് പോകുന്നത്. താഴേക്ക് പോയാൽ നമ്മൾ എന്ത് ചെയ്യണം? വിൽക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ കയ്യിലുള്ളത് വിറ്റ് മാറി ലോസ് ഉണ്ടാക്കി സ്റ്റോപ്പ് ലോസ് അടിച്ച് അത് ചെയ്യുകയല്ല അവിടെ ചെയ്യുന്ന, മറിച്ച് കൂടുതൽ പൊസിഷൻസ് വാങ്ങുകയാണ്, കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങുകയാണ് ചെയ്യുന്നത്. ആവറേജിങ് ഡൗണിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. ഒരേ ഒരു സ്റ്റോക്കിൽ കൈകാര്യം ചെയ്യാതെ അനവധി സ്റ്റോക്കുകളിൽ നമ്മളുടെ അസറ്റ് പല രീതിയിൽ പല ലെവലുകളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് സ്റ്റോപ്പ് ലോസിന്റെ ആവശ്യം വരില്ല. പിന്നെയും ചെയ്യാൻ പറ്റുന്നത് ആക്റ്റീവായിട്ട് നമ്മൾ മാർക്കറ്റിൽ നമ്മുടെ പൊസിഷൻസ് ഒബ്സർവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതിനുവേണ്ട അഡ്ജസ്റ്റ്മെന്റുകൾ അവിടെ ഇവിടെയൊക്കെ എന്തുവാന്ന് വെച്ചാൽ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാം. ഒരു ബാലൻസ്ഡ് കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ എക്സ്ട്രീം റെയർ സിറ്റുവേഷനിൽ ഒരുപക്ഷെ കമ്പ്യൂട്ടറുകൾ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ആൽഗോ ട്രേഡിംഗ് ഒക്കെ ചെയ്യുവാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ നടക്കത്തില്ല. ആ ഒരു സാഹചര്യത്തിൽ അതല്ല എങ്കിൽ ഹൈലി ലിവറേജ്ഡ് ആയിട്ട് നമ്മൾ ഫ്യൂച്ചർ വാങ്ങുമ്പോൾ, ഫ്യൂച്ചർ വിൽക്കുമ്പോൾ, ഓപ്ഷൻസ് വാങ്ങുമ്പോൾ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷെ പൈസ പോകും. പൈസ പോകാതിരിക്കണമെങ്കിൽ ഫണ്ടമെന്റൽ കാഴ്ചപ്പാടിലോട്ട് വന്നേ സാധ്യമാവുകയുള്ളൂ. അതല്ല എങ്കിൽ ഓപ്ഷൻസിന്റെ യൂസ് അവിടെ വേണ്ടിവരും. ഓക്കെ, അപ്പോൾ അനലൈസ് ചെയ്യുക, ഡിസിപ്ലിൻ ആണ് ഇതിന്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ലോങ് ടൈം സ്ട്രാറ്റജികളിലേക്ക് മാറുക. ഇങ്ങനെയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഒഴിവാക്കാം. ഓക്കെ, ഒരു സമ്മറിയാണ്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഒരു ടൂളാണ്, ഒരു എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ അല്ലാതെ. ഇതിന് പകരം സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കുന്നതിന് പകരം ചെയ്യാൻ പറ്റുന്നത് ആദ്യത്തേത് പൊസിഷൻ സൈസ് ചെയ്യുക, രണ്ടാമത്തേത് ഹെഡ്ജിങ് ചെയ്യുക, മൂന്നാമത്തേത് ഫണ്ടമെന്റൽ ആയിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുക, നാലാമത്തേത് ഡൈവേഴ്സിഫൈ ചെയ്യുക, പിന്നെ ഉള്ള ഒരു സൊല്യൂഷൻ ആക്റ്റീവായിട്ട് മാനേജ്മെന്റ് ചെയ്യുക. ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഐഡിയൽ സിറ്റുവേഷൻ. ഓൾ റൈറ്റ്, എനി ക്വസ്റ്റ്യൻസ്? Please ask. Thank you for watching. Please like, share, comment and subscribe. Happy investing.